ഹലോ. യുദ്ധ പശ്ചാത്തലം എന്നില്ല, മമ്മൂക്കാനെ വെച്ചിട്ട് പടം പ്ലാൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ആ സബ്ജക്ട് ശരിയായി കഴിഞ്ഞാൽ ഒരു മാസ് സബ്ജക്ട് ഇല്ല. ഇപ്പൊ നമ്മൾ മമ്മൂക്കാനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് മമ്മൂക്കാനെ കുറിച്ചിട്ടുള്ള ഇങ്ങനെ ഒരു സംഭവം അതങ്ങനെ ശരിയായിട്ട് വരികയാണെങ്കിൽ നമ്മൾ ചെയ്യും. അതല്ലെങ്കിൽ എന്റെ അടുത്ത പടം നിവിൻ പോളി വെച്ചിട്ടുള്ള ഒരു ലവ് സ്റ്റോറിയാണ്. കഥ ഇപ്പോൾ ഒരാൾ പുറത്തുനിന്ന് കൊണ്ടുവരികയാണെങ്കിൽ ഞാൻ തിരക്കഥയിലൊന്ന് ഹെൽപ്പ് ചെയ്യുന്നുള്ളതല്ലാതെ അതെല്ലാം കൂടെ അങ്ങേക്ക് കൊടുത്തിട്ടൊന്നല്ല. എനിക്ക് ആ തലവേദന ഇല്ല. അങ്ങനെ ഒരു എഴുത്തുകാരനെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ടും അത് ചെയ്തിരിക്കും. ഒന്നും അറിയുന്നില്ല. അതൊരു 5-6 വർഷം മുന്നേ എഴുതി വെച്ചിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. അത് ഒരു നടന്നൊരു സംഭവമാണ്. അപ്പൊ അതിനെ ആസ്പദമാക്കിയിട്ട് എഴുതി വെച്ചിട്ടുള്ളതാണ്. അത് നിവിൻ കേട്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ആ സബ്ജക്ട് ചെയ്യുന്നത്. സബ്ജക്ട് റെഡി ആയിട്ട് വരികയാണെങ്കിൽ അതിനകത്ത് സമയം ഉണ്ടെങ്കിൽ ചെയ്യും. ഡിസംബർ ജനുവരി ഒക്കെ ആകുമ്പോഴത്തേക്കും തുടങ്ങണം. ഒരു 220 വരും ഇപ്പോഴത്തെ സ്റ്റാൻഡ് വെച്ചിട്ട്. 220 തിയേറ്ററോളം വരണം. അതെന്ത് വരും എന്നുള്ളത് നമ്മൾ ആൻറ്റിസിപ്പേഷൻ ഒന്നും പറയാൻ പറ്റില്ല. ഈ 220 എന്ന് പറയുന്ന സമയത്ത് കളക്ഷനൊക്കെ കൂടാൻ തന്നെയാണ് സാധ്യത. ഈ ഒരു യുദ്ധം കണ്ട് പുറത്തിറങ്ങുന്ന പ്രേക്ഷകൻ എന്നെ കൊണ്ട് ഞാൻ ചിന്തിപ്പിക്കും, നമുക്ക് യുദ്ധം വേണോ വേണ്ടയോ. യുദ്ധം കൊണ്ട് നമ്മൾ എന്ത് നേടി എന്നുള്ളൊരു ചോദ്യത്തിന് എല്ലാവരും ഒന്ന് ചിന്തിക്കും. കറക്റ്റ് അല്ല എന്നത്. ഇത്രയും നാശങ്ങളും മരണങ്ങളും സംഭവിച്ചിട്ട് എന്തിനാണ് നമുക്ക് ഈ ലോകത്തിലൊരു യുദ്ധം എന്നുള്ളത്. അതിന്റെ ഒരു ഡിഫറെന്റ്. പിന്നെന്താ വെച്ചാൽ 3 ക്യാരക്ടേഴ്സും ലൈവ് ക്യാരക്ടേഴ്സ്. ഇവര് യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്ന ക്യാരക്ടേഴ്സിന്റെ കഥയാണ്. അപ്പൊ ഇങ്ങനെയും യുദ്ധഭൂമിയിൽ ഉണ്ടാവുമോ എന്നുള്ളത് കാണാത്തൊരു കാര്യമായിരിക്കും. ഒരു ഡിഫറൻസ്. അറിയില്ല, പക്ഷെ ഡെഫിനറ്റ് ആയിട്ടും മേജർ മഹാദേവൻ ഇനിയും വരും. അതിന്റെ ഒരു ഇത് നിങ്ങൾക്ക് 2 വർഷത്തിനുള്ളിൽ പ്രതീക്ഷിക്കാം. പക്ഷെ വരും. മേജർ മഹാദേവൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.